കോൺഗ്രസിലെ മുതിർന്ന നേതാവായ ശശി തരൂർ ഇടതുമുന്നണി ഭരിക്കുന്ന സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് പറഞ്ഞത് വലിയ വിവാദമാണ് ഉണ്ടാക്കിയത്. കോൺഗ്രസിൽ പലതരത്തിലുള്ള അഭിപ്രായ രൂപീകരണത്തിനും ഈ വിവാദം നയിക്കുകയുണ്ടായി. ആ സാഹചര്യത്തിൽ ശശി തരൂരിനെ രൂക്ഷമായി വിമർശിച്ചിരുന്ന രമേശ് ചെന്നിത്തല പിന്നീട് അഭിപ്രായം മാറ്റിപ്പറയുകയാണ്. KPCC സംഘടിപ്പിച്ച വേദിയിൽ കോൺഗ്രസ് നേതാക്കളെ ഇരുത്തിക്കൊണ്ടാണ് MP ശശി തരൂരിനെ അപഹസിച്ചുകൊണ്ട് സംസാരിച്ച CPM നേതാവ് G സുധാകരന്റെ വാക്കുകളെ 2 ദിവസത്തിന് ശേഷം തള്ളിപ്പറഞ്ഞുകൊണ്ട് രമേശ് ചെന്നിത്തല രംഗത്തെത്തിയത്. തിരുവനന്തപുരത്ത് KPCC സംഘടിപ്പിച്ച ഗുരുഗാന്ധി സമാഗമ ശതാബ്ദി ആഘോഷത്തിൽ പങ്കെടുത്ത് സംസാരിച്ചപ്പോഴായിരുന്നു G സുധാകരൻ യഥാർത്ഥത്തിൽ ശശി തരൂരിനെ അവഹേളിച്ചത്. ആ വേദിയിൽ പ്രതിപക്ഷ നേതാവ് VD സതീശനും മുൻ പ്രതിപക്ഷ നേതാവായ രമേശ് ചെന്നിത്തലയും ഉണ്ടായിരുന്നു. ആ സമയം ഇരു നേതാക്കളും മൗനം ഭജിക്കുകയാണ് ചെയ്തിരുന്നത്. എന്നാൽ ഇന്ന് രമേശ് ചെന്നിത്തല G സുധാകരന്റെ പരാമർശങ്ങളെ തള്ളിപ്പറയുകയും ചെയ്തിരിക്കുകയാണ്. മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായിട്ടാണ് ചെന്നിത്തല തരൂരിനെ ന്യായീകരിച്ചത്. തരൂരിന് എതിരായി സുധാകരന്റെ പരാമർശത്തോട് യോജിപ്പില്ല എന്നും തരൂർ വിശ്വപൗരൻ തന്നെയെന്നും രമേശ് ചെന്നിത്തല പറയുന്നുണ്ട്. സുധാകരൻ അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ പറയാറുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. KPCC പരിപാടിയിൽ പങ്കെടുത്തതിൽ G സുധാകരനെതിരായ സൈബർ ഗുണ്ടകളുടെ ആക്രമണം അപലപനീയമാണെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു വെക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു രാജ്യത്ത് അംബാസിഡർ ആയിരിക്കുന്ന ആളാണ് ഇപ്പോഴത്തെ വിശ്വപൗരനെന്നും എന്നാൽ ഗാന്ധിജിയാണ് യഥാർത്ഥ വിശ്വപൗരനെന്നും G സുധാകരൻ പറഞ്ഞിരുന്നു. ഐക്യരാഷ്ട്രസഭയിൽ ജീവനക്കാരനായിരുന്ന ആളല്ല വിശ്വപൗരനെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഉദ്യോഗസ്ഥനല്ല വിശ്വപൗരൻ, അദ്ദേഹം ശമ്പളത്തിനും പദവിക്കും വേണ്ടി ജോലിയെടുക്കുന്ന ആൾ മാത്രമാണ്. നെഹ്റുവും ടാഗോറും ഡോക്ടർ രാധാകൃഷ്ണനും ഒക്കെ ഈ വിശ്വപൗരന്മാരായിരുന്നു. മഹാത്മാഗാന്ധിയാണെങ്കിൽ വിശ്വപൗരന്മാരിൽ വിശ്വപൗരനായിരുന്നു. ഇതായിരുന്നു G സുധാകരന്റെ വാക്കുകൾ. രാഷ്ട്രീയക്കാരനായാൽ സത്യം പറയാൻ കഴിയില്ല എന്നതാണ് അവസ്ഥയെന്നും G സുധാകരൻ പറഞ്ഞു. തിരുവനന്തപുരത്ത് KPCC സംഘടിപ്പിച്ച ഗുരുഗാന്ധി സമാഗമ ശതാബ്ദി ആഘോഷത്തിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു സുധാകരൻ. എന്നാൽ ആ വേദിയിൽ വെച്ച് സുധാകരനെ യാതൊരു കാരണവശാലും എതിർക്കാതിരുന്ന രമേശ് ചെന്നിത്തലയാണ് ഇപ്പോൾ വീണ്ടും ശശി തരൂരിനെ അംഗീകരിച്ചുകൊണ്ട് രംഗത്ത് വന്നത്. അതായത് കോൺഗ്രസിനെ സംബന്ധിച്ച് ആദ്യത്തെ നിലപാടല്ല കോൺഗ്രസ് ഇപ്പോൾ പറയുന്നത് എന്ന് സാരം. ആദ്യമെല്ലാം തന്നെ തരൂരിന്റെ വാക്കുകളെ വലിയ തരത്തിൽ ഖണ്ഡിക്കുകയായിരുന്നു കോൺഗ്രസ് ചെയ്തതെങ്കിൽ പിന്നീട് തരൂർ ഒന്ന് മയപ്പെട്ടതോടെ തരൂരിനെ അംഗീകരിക്കാനുള്ള പ്രവണതയിലേക്ക് മാറുകയാണ്. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള വിവാദങ്ങളിലേക്ക് നയിച്ച സാഹചര്യത്തിൽ AICC ഇടപെടുകയുണ്ടായിരുന്നു. AICCയുടെ ഇടപെടലിൽ ഇനി വലിയ തരത്തിലുള്ള പോർവിളികളിലേക്കൊന്നും തന്നെ കടക്കരുത് എന്ന കനത്ത നിർദ്ദേശവും ഉണ്ടായിരുന്നു. എന്നാൽ ആ നിർദ്ദേശങ്ങളെല്ലാം നിലനിൽക്കുകയാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തല തങ്ങളുടെ വാക്കുകളെല്ലാം തന്നെ മയപ്പെടുത്തിക്കൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. അല്ല, അത് അദ്ദേഹത്തിന്റെ അഭിപ്രായം, ഞങ്ങൾ അതിനോട് യോജിക്കുന്നില്ല. ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം അത് കോൺഗ്രസിന്റെ നേതാവാണ്. അദ്ദേഹത്തിൻ്റെതായ കഴിവുകൾ പലയിടത്തും പ്രകടിപ്പിച്ചിട്ടുള്ള ആളാണ്. ഞങ്ങൾക്ക് ആ കാര്യത്തിൽ G സുധാകരന്റെ അഭിപ്രായത്തോട് യോജിപ്പുമില്ല. അദ്ദേഹത്തെ ഇന്ത്യയിലെ ജനങ്ങളും കേരളത്തിലെ ജനങ്ങളും അംഗീകരിച്ചിട്ടുള്ള ഒരു ഡിപ്ലോമാറ്റുമാണ്, നേതാവുമാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തെ പറയാൻ കഴിയും. നമുക്ക് വിശ്വപൗരൻ എന്നുള്ള UN സെക്രട്ടറി ജനറൽ സ്ഥാനത്തേക്ക് മത്സരിച്ച വ്യക്തിയാണ്. പക്ഷേ G സുധാകരൻ എപ്പോഴും അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ പറയാറുണ്ട്. അത് ഞങ്ങൾ അവിടെ ഡിസ്പ്യൂട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ആ സെമിനാറിൽ എല്ലാവർക്കും അവരുടേതായ അഭിപ്രായങ്ങൾ പറയാൻ കഴിയും. എവിടുന്ന് ഇലക്ട്രൽ ബോണ്ട് വഴി ഞങ്ങൾ ഏറ്റവും കുറവാണ് സമാഹരിക്കുന്നത്. ഏറ്റവും കൂടുതൽ സമാഹരിച്ചിരിക്കുന്നത് BJP ആണ്. അത് അന്ന് നിയമം മൂലം സ്ഥാപിതമായ ഒരു സാഹചര്യം നിലവിലുള്ളത് കൊണ്ടാണ്. അതെ, അതുകൊണ്ടാണ് അന്ന് നിയമം മൂലം അത് സ്വീകരിക്കാൻ കഴിയുമെന്നുള്ളത് കൊണ്ടാണ് സ്വീകരിച്ചത്. അല്ലെങ്കിൽ സ്വീകരിക്കില്ലായിരുന്നു.